രാജ്യത്ത് പ്രതിപക്ഷ നേതാവില്ലാത്ത സംസ്ഥാനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് റിപ്പോർട്ടുകൾ. 140 മുതൽ 160 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് വീമ്പിളക്കിയ RJDക്ക് കേവലം ഒരു സീറ്റിന്റെ പിൻബലത്തിലാണ് ബീഹാർ നിയമസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉറപ്പിക്കാനായത്. ആകെയുള്ള സീറ്റിന്റെ 10% സീറ്റുകൾ വേണമെന്നതാണ് പരാജയപ്പെട്ട ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാനുള്ള യോഗ്യത. അങ്ങനെ നോക്കുമ്പോൾ 243 സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിൽ 24.3 സീറ്റ് വേണം. അതായത് 24 സീറ്റ് വേണം ആ സ്ഥാനം ലഭിക്കാൻ. ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ആയിട്ടുള്ള 23% വോട്ട് വിഹിതം ലഭിച്ചിട്ടും RJDക്ക് വെറും 25 സീറ്റുകൾ മാത്രമേ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ കഷ്ടി ഒരു സീറ്റിന്റെ ബലത്തിൽ അഖിലേഷ് യാദവ് പ്രതിപക്ഷ നേതാവായി. ഭരണപക്ഷത്ത് 202 സീറ്റുകളുമായി മൃഗീയ ഭൂരിപക്ഷമായ നിതീഷിന്റെ നേതൃത്വത്തിൽ NDA ഭരിക്കുമ്പോൾ ദുർബല പ്രതിപക്ഷമായി അടുത്ത 5 വർഷം ഇരിക്കേണ്ടി വരുമെന്നുള്ളത് തേജസ്വി യാദവിന് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അതേസമയം രാജ്യത്ത് നിലവിൽ 7 സംസ്ഥാനങ്ങളിലെ നിയമസഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവോ ഇല്ലാത്ത അവസ്ഥയാണ്. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 288 സീറ്റിൽ 236 സീറ്റുകളാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മഹായുതിക്ക് ഉള്ളത്. പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ശിവസേനയ്ക്ക് ആകെ 20 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അവർ ഔദ്യോഗിക പ്രതിപക്ഷം അവർക്ക് അതുകൊണ്ടാകാൻ കഴിഞ്ഞില്ല. ആന്ധ്രാപ്രദേശിലായിക്കോട്ടെ 175 സീറ്റുകളാണ് ആകെ ഉള്ളത്. അതിൽ 164 സീറ്റുകൾ TDP സർക്കാരിനാണ് ഉള്ളത്. 11 പേർ ജഗൻമോഹന്റെ YSR കോൺഗ്രസിന് ഉള്ളത്. ആകെ 11 അംഗങ്ങളാണ്. അതുകൊണ്ട് അവിടെയും ഔദ്യോഗിക പ്രതിപക്ഷം ഇല്ല എന്ന് തന്നെ പറയാം. അരുണാചൽ പ്രദേശിൽ ആകെയുള്ള സീറ്റ് 60 ആണ്. അതിൽ 46 സീറ്റുകൾ BJPക്കുണ്ട്. മറ്റ് കക്ഷികൾ സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്നതോടെ ഫലത്തിൽ കോൺഗ്രസിന്റെ ഒരേ ഒരു അംഗം മാത്രമാണ് നിയമസഭയിൽ പ്രതിപക്ഷത്ത് ഉള്ളത്. 182 അംഗങ്ങളുള്ള ഗുജറാത്ത് നിയമസഭയിൽ ആകട്ടെ 164 പേരുടെ പിന്തുണയാണ് BJP സർക്കാരിനുള്ളത്. പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് 12 അംഗങ്ങളാണ് ഉള്ളത്. മണിപ്പൂരിലാകട്ടെ നിയമസഭ പിരിച്ചുവിടുന്നത് വരെയും ഔദ്യോഗിക പ്രതിപക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല. 60 അംഗ നിയമസഭയിൽ 53 പേരുടെ പിന്തുണ BJP സർക്കാരിന് ലഭിച്ചിരുന്നു. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് വെറും 5 സീറ്റുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. നാഗാലാൻഡിൽ 60 അംഗ നിയമസഭയാണ് ഉള്ളത്. അവിടെ 46 അംഗങ്ങളുടെ പിന്തുണയാണ് NDA സർക്കാരിനുള്ളത്. ബാക്കി 14 പേരും സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ 7 സംസ്ഥാനങ്ങളിലും BJPയും അല്ലെങ്കിൽ BJP ഉൾപ്പെട്ട NDA സർക്കാരാണ് അവിടെ അധികാരത്തിലെന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധിച്ചു കാണും. ഇവിടെ എല്ലാം തന്നെ ബീഹാറിൽ നടന്നത് തന്നെയാണ് നടന്നത്. കാലാകാലങ്ങളായി ജനങ്ങളുടെ രക്തം ഊറ്റിക്കുടിച്ച് സ്വന്തം പള്ള വീർപ്പിച്ച കുളയട്ടകളായി തുടർന്ന കോൺഗ്രസിനെയും അവിടുത്തെ തദ്ദേശീയ പാർട്ടികളെയും അവരുടെ പ്രീണന രാഷ്ട്രീയവും ജനം കുപ്പയിലെറിഞ്ഞു. NDA സർക്കാരിന്റെ വികസിത ഭാരത രാഷ്ട്രീയത്തെ പുലുകിയ കാഴ്ചയാണ് ബീഹാറിലും ഈ പറയുന്ന 7 സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടത്. ചില സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ പോലും പുറത്തുനിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.